അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സഹോദരന്മാരെ, ഈ ദിവസങ്ങളിൽ നാം വർദ്ധിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം തക്ബീറുകളാണ്. ധാരാളമായി തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. രണ്ട് തരം തക്ബീറുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് മുത്തലഖായ തക്ബീറാണ്. മുത്തലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികമായ തക്ബീർ. അതിന് സമയമല്ല, സ്ഥലമല്ല, എവിടെയുമാകാം, എപ്പോഴുമാകാം. ആ തക്ബീർ ദുൽഹിജ്ജ മാസം പിറന്നത് മുതൽ ഇനി അയ്യാമുത്ത് തശ്രീഖിന്റെ മഗ്രിബ് വരെ, അയ്യാമുത്ത് തശ്രീഖിന്റെ അവസാനത്തെ ദിവസം അഥവാ ദുൽഹജ്ജ 13 മഗ്രിബ് വരെ ആ തക്ബീർ നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാം. അതെപ്പോഴും എവിടെയായിരുന്നാലും സഹാബികൾ അതനുഷ്ഠിച്ചത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങാടികളിലൂടെയൊക്കെ തക്ബീർ ചൊല്ലി അവർ നടന്നിരുന്നു എന്നത്. ഇതാണ് മുത്തലഖായ തക്ബീർ. ആർക്കും അതിലൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല. വീട്ടിലൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തക്ബീർ ചൊല്ല. ഏതാ തക്ബീർ എന്നറിയാലോ? പെരുന്നാളിൽ നമ്മൾ ചെല്ലുന്ന തക്ബീർ ആണ്. മനസ്സിലായല്ലോ? രണ്ടാമത്തേത് മുഖയ്യദായ തക്ബീറാണ്. മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കാണിച്ചു തന്നതാണ്. അത് അറഫയുടെ ഫജ്ർ മുതൽ, അറഫ ദിവസത്തിന്റെ സുബ്ഹി മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അവസാനത്തെ ദിവസമായ 13 ദുൽഹജ്ജ് 13ന്റെ അസ്ർ വരെയാണ് അതിന്റെ സമയം. എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അറഫയുടെ സുബ്ഹി മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അസ്ർ വരെയാണ് അതിന്റെ സമയം. ഇത് രണ്ടും ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് ഈ മുഖയ്യദായ അഥവാ രണ്ടാമത് പറഞ്ഞ അതിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം നമസ്കാരങ്ങൾക്ക് പിറകെയാണ്. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം പറയും. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ലിയഷ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അയ്യാമുൻ മഅലൂമാത്ത് അറിയപ്പെടുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞത് മുഫസ്സിറുകളൊക്കെ വിശദീകരിച്ചത് അയ്യാമുൽ അശ്ർ എന്നാണ്. 10 ദിവസങ്ങൾ. അതാണ് ആദ്യം പറഞ്ഞ മുത്തലഖായ തക്ബീർ എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞത് വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. അത് നേരത്തെ പറഞ്ഞ അറഫയും യൗമുൻ നഹറും തുടർന്നുള്ള അയ്യാമുത്ത് തശ്രീഖിന്റെ ദിവസങ്ങളുമാണ്. ഇത് പ്രത്യേകമായി നമ്മൾ അനുഷ്ഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ മഹത്വമാണ് ആ തക്ബീറിലൂടെ നാം വിളിച്ചു പറയുന്നത്. അത് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരിക്കണം നാം ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടേണ്ടത്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ മാത്രമേ അള്ളാഹു നമ്മെ പരിഗണിക്കുകയുള്ളൂ എന്ന